ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സന്തോഷ നിമിഷത്തിലോട്ടാണ് കേട്ടോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ മമ്മിയുടെ ജന്മദിനമാണ് കേട്ടോ. ഇത്രയും വർഷക്കാലം ഞങ്ങളെ നോക്കി വളർത്തിയ എൻ്റെ മമ്മിയുടെ ജന്മദിനമാണ്. മമ്മിയുടെ ജന്മദിനം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞ സന്തോഷമുണ്ട്, സങ്കടമുണ്ട് കേട്ടോ. കാരണം ഒരിക്കൽ പോലും മമ്മിയുടെ ജന്മദിനം ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല. പപ്പയുടെയും മമ്മിയുടെയൊക്കെ ജന്മദിനം ഞങ്ങൾ ഇതിന് മുന്നേ പപ്പയുടെ ഈ കഴിഞ്ഞ പ്രാവശ്യമാണ് ഞങ്ങൾ ആഘോഷിച്ചത്. മമ്മിയുടെ ഇത് ആദ്യമായിട്ടാണ് ആഘോഷിച്ചത്. എൻ്റെയും മക്കളുടെയും അല്ലെങ്കിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജന്മദിനങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് പപ്പയുടെയോ മമ്മിയുടെയോ ഒന്നും ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ അതിനു വേണ്ടി മുൻതൂക്കം കൊടുത്തിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതിന് സത്യം പറഞ്ഞെന്നാൽ ഞങ്ങൾക്ക് വളരെയേറെ വിഷമമുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം ആഘോഷിക്കാനായിട്ട് മമ്മിയുടെ അനുവാദമൊക്കെ കിട്ടി. അവർ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങളങ്ങ് ആഘോഷിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു സന്തോഷ നിമിഷത്തിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തു കേട്ടോ. മമ്മിക്ക് ഒരുപാട് ആയുസ്സും ആരോഗ്യവും ദീർഘായുസ്സും എല്ലാം ലഭിക്കട്ടെ എന്ന് ദൈവം അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സന്തോഷ വീഡിയോയിലോട്ട് നിങ്ങളെയും കൂടി ഒന്ന് കാട്ടിത്തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ചാനലിലോട്ട് ഇത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. മമ്മി ആദ്യം പറഞ്ഞു വേണ്ട, ഒന്നും ആഘോഷിക്കണ്ട, എന്തിനാന്നൊക്കെ ചോദിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചപ്പോൾ സമ്മതിച്ചു. നമുക്കത് കണ്ടു നോക്കാം. രാജ്യം അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ രാജ്യം ഭരണമേയുടെ തിരുവിസ്തൃതിലെ പോലെ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയില്ല ഈശ്വരങ്ങളുടെ പ്രഭാതങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, എന്നെ ഇത്രയും കാലം എന്നെ കാത്തു പരിപാലിച്ച ദൈവത്തിൽ നന്ദി പറയുന്നു. യേശുവേ, അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ധാരാളമായി എനിക്ക് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞു. എന്നെ ഈ 66 വർഷക്കാലം എന്നെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. എന്നെ എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. എൻ്റെ അമ്മച്ചിന് കിടപ്പും ഇരിപ്പുമായി കഴിയുന്ന അമ്മച്ചിനെ ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. എന്നെ വിവാഹം കഴിച്ച് വിട്ട സഹോദരനെ സമർപ്പിക്കുന്നു. എൻ്റെ മറ്റ് യോണിച്ചന് സഹോദരനെ സമർപ്പിക്കുന്നു. എൻ്റെ സഹോദര ചേച്ചിമാരെ സമർപ്പിക്കുന്നു. എന്നെ സമർപ്പിക്കുന്നു. എന്നെ വിവാഹം കഴിച്ച് വിട്ട് എൻ്റെ ഭർത്താവിനെ സമർപ്പിക്കുന്നു. ഭർത്താവിനെ ദീർഘായുസ് കൊടുത്ത് ഇത്രയും കാലം കാത്തു പരിപാലിച്ചതിന് നന്ദി പറയുന്നു. എനിക്ക് 2 മക്കളെ ദൈവം അങ്ങ് തന്ന് അനുഗ്രഹിച്ചു. എനിക്ക് നല്ല മക്കളെ തന്ന് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവരിവിടെ ഇല്ലെങ്കിൽ അവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ മകൾ വിവാഹം കഴിച്ച് സെബാസ്റ്റിനെ സമർപ്പിക്കുന്നു. അവർക്ക് നൽകിയ 3 മക്കളെ ഞങ്ങൾ അങ്ങയുടെ പൊൻകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുക്കണേ. അവർക്ക് പാടുവാനും പ്രാർത്ഥിക്കാനും ഉള്ള എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. ദീർഘായുസ് കൊടുക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവർ കഴിയാനുള്ള കൃപ കൊടുക്കണേ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. യേശു, ഞങ്ങളെ എൻ്റെ മകൻ്റെ വിവാഹം അടുത്ത് വരികയാണല്ലോ. വിവാഹം കഴിക്കാൻ പോകുന്ന മാതാപിതാക്കളെ ഭവനത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുമായിട്ട് സ്നേഹത്തിന് സന്തോഷത്തോടുകൂടി പോകാൻ വരുന്നതിനുള്ള അനുഗ്രഹം കൊടുക്കണേ. ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവവിശ്വാസത്തോടുകൂടി മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, എൻ്റെ ഭർത്താവിന് എന്തെല്ലാം രോഗങ്ങളുണ്ടെങ്കിൽ ആ രോഗങ്ങളെല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളെ ഈ ഭവനത്തെയും നമ്മുടെ സെബാസ്റ്റിൻ്റെ ഭവനത്തെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
എല്ലാവരുടെയും മുതലും പരിശുദ്ധമായ അത് വീണു അത് കത്തിക്കണം ഇതാ കേക്കിൻ്റെ പുറത്ത് തിരിയൊക്കെ അവർ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, കേക്ക് മുറിക്കാനായിട്ട്. വേണ്ട, ഇപ്പം വേണ്ട, കൂടി എടുത്ത് ഇത് കഴിഞ്ഞു. കുറച്ച് അങ്ങോട്ട് കയറി, നീ അങ്ങോട്ട് കയറുന്നോ, അടുത്ത് വരുന്നോ? പപ്പ അങ്ങോട്ട് നീങ്ങിക്കപ്പ. ഞാൻ മെഴുക് തോണ്ടി മാറ്റി. സൈഡിൽ നിന്ന് എടുത്ത് മാറ്റത്. വേണ്ട, നിങ്ങൾ കുറച്ചോ. കത്തിയെ പിടിച്ചോളാം. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. നല്ല ആദ്യം ഭർത്താവിന് പോകും. ഇത്രയും വേണ്ടായിരുന്നു, കുറച്ച്. ആ ശരിയല്ലേ ഉള്ളൂ. പപ്പേ അപ്പേറ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് ആ സൈഡിൽ തിരികെ ഞാൻ തന്നില്ല, ഏറ്റെടുത്തില്ല. അതെന്തെങ്കിലും എടുത്തോ. നമുക്ക് താമസിക്കാൻ കൊടുക്കാം. എടുത്താൽ മതി.